പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 3000 രൂപ ആദ്യഘട്ടത്തിൽ കൂട്ടുന്നു എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതെ, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ക്യാബിനറ്റിൽ ആദ്യ ദിവസം തന്നെ സത്യപ്രതിജ്ഞ നടത്തിയ ആദ്യ ദിവസം തന്നെ ഇങ്ങനൊരു വർധന നടത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 21,000 രൂപ അടിസ്ഥാന വേതനം എന്ന ഡിമാൻഡ് ഞങ്ങളുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും അത് ഘട്ടം ഘട്ടമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു വർഷക്കാലം നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗം കൂടിയാണിത് ഈ വിജയം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഇപ്പം ആദ്യഘട്ടം എന്നോണമാണ് 3000 രൂപ കൂട്ടിയിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കൂടുതൽ തരണമെന്നാണ് ആഗ്രഹമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ സത്യത്തിൽ കുറച്ചുകൂടെ ഒരു വർധന പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആദ്യ ക്യാബിനറ്റിൽ ഒരു 3000 രൂപ വർധന എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ലാതെ ഞങ്ങൾ തിരിച്ചറിയാണ്. എന്തായാലും ഉടനടി സാമ്പത്തികം മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഉടൻ തന്നെ അടുത്ത വർധന ഉണ്ടാവുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രതീക്ഷയോടെ കാണുന്നു. ഇപ്പോൾ എത്ര രൂപയായിരിക്കുകയാണ്? നേരത്തെ 9,000 രൂപയായിരുന്നു എന്ന് തോന്നുന്നല്ലേ? 2,000 രൂപ ഇടയ്ക്ക് കൂട്ടിയിരുന്നല്ലോ, കൂടെ ചേർത്തിപ്പോൾ 9 രൂപയായിരുന്നു അല്ലേ? ഇപ്പോൾ 12 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, 9,000 രൂപ എന്ന് പറഞ്ഞ ഓണറേറിയം 12,000-ൽ എത്തിയിരിക്കുന്നു. 21,000 രൂപയാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് അടിസ്ഥാന വേതനമാണ്. ഡിമാൻഡിൽ നിന്ന് ഇപ്പോഴും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്, 21,000 രൂപ വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉറച്ചത്. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള ഒരു മിനിമം വേതനമാണ്, ഒരു പട്ടിണിക്കൂലിയാണ് മിനിമം വേതനം എന്ന് പറയുന്നത്. അതാണ് ഒരു ദിവസം 700 രൂപ എന്ന് പറയുന്നത്. ഇപ്പോൾ അതായിട്ടില്ല, 21,000 ആ അടിസ്ഥാന വേതനമായിട്ട് വേണ്ടുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് അത് വർദ്ധിപ്പിക്കുമെന്നൊരു പറഞ്ഞ വാക്ക് ആദ്യത്തെ ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാണുകയാണ്.